ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അജണ്ട നിശ്ചയിക്കാൻ UDF കഴിഞ്ഞു എന്നതാണ് ഞാൻ കാണുന്ന അവരുടെ ഒരു പ്രധാന നേട്ടം. ശബരിമലയും അതുപോലെയുള്ള പ്രശ്നങ്ങളും ആഗോള അയ്യപ്പ സംഗമവും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളും ഒക്കെ കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ, ഏറ്റവും ഒടുവിൽ പല അഴിമതി ആരോപണങ്ങളും ഒക്കെ വന്ന ഘട്ടത്തിൽ വികസനം ചൂണ്ടിക്കാട്ടി, വികസനം, പെൻഷൻ, സാമൂഹ്യക്ഷേമം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ച LDF അവരുടെ എല്ലാ ഹോർഡിങ്ങും പോസ്റ്ററും ഒക്കെ അങ്ങനെ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെ തുടങ്ങിയ സംഗതികളാണ്. അതിൽ തന്നെ ഒരു ജനാധിപത്യ പ്രശ്നമുണ്ട്, അതിപ്പോൾ അവിടെ നിൽക്കട്ടെ. അതിനെ കൃത്യമായി കൗണ്ടർ ചെയ്യാൻ UDF കഴിഞ്ഞു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ അവരുടെ വലിയ ഫോഴ്സ്, വലിയ പൈസ കാര്യമായി സർക്കാർ ഒക്കെ മുടക്കിയെങ്കിലും അതിന് ഒന്നാമത്തെ കാരണം ഈ ഇലക്ഷനിൽ ശബരിമല പോലെയുള്ളൊരു വിഷയം വളരെ കൃത്യമായി അവർ മുമ്പോട്ട് കൊണ്ടുവന്നു. അതവിടെ നിന്നു. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്ക് വരെ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ പല കണക്കുകൾ ചോദിക്കലൊക്കെ ഉണ്ട് ഇപ്പോൾ. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്ക് വരെ വന്നിട്ടില്ല. ഈ വിഷയം മറച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ ഇത് മറച്ചു പിടിക്കേണ്ട ഒരു ആവശ്യം LDF കാരണം ഇതിലേക്ക് ചർച്ച വന്നാൽ എന്തുണ്ടാകും? അത് കേവലം വൈകാരിക വിഷയം മാത്രമല്ല, വൈകാരികം ഉണ്ട് അതിനകത്ത്. മാത്രമല്ല, അവർക്ക് അതിലൊരു വീക്ക് പോയിന്റ് ഉണ്ട്. അതിന് BJPയുമായി LDF ഉണ്ടാക്കിയ ഒരു ഡീൽ എന്ന വാദം, ആ വാദത്തിന് ശക്തി പകരുന്ന തരത്തിലാണ് LDFന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും പലപ്പോഴും നീക്കങ്ങൾ ഉണ്ടായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, പ്രധാനമന്ത്രിയാണല്ലോ NDAയുടെ ചീഫ് ക്യാമ്പയിനർ. പ്രധാനമന്ത്രി ആദ്യത്തെ തവണ കേരളത്തിൽ വന്നപ്പോൾ, തൃശ്ശൂരും പാലക്കാടും ഒക്കെ വന്നപ്പോൾ, ശബരിമല എന്നൊരു വാക്ക് അദ്ദേഹം മിണ്ടിയതേയില്ല. ആലോചിക്കൂ, 2024, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വാക്ക് ശബരിമലയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഇത്തവണ ആദ്യത്തെ വരവിൽ ശബരിമല 29-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ. ശബരിമല എന്നൊരു വാക്ക് അദ്ദേഹം പറയുന്നില്ല. ആകെയുള്ളത് ഞങ്ങൾ അവരുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമല CBI അന്വേഷിക്കും എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. അത് കൃത്യമായും ഡീൽ എന്ന ആരോപണം കൊണ്ട് മറികടക്കാൻ UDF കഴിഞ്ഞു. വളരെ കൃത്യമായി ഡീലാണത്. ശബരിമല ഒരു വിഷയമായാൽ BJP വോട്ടുകൾ ഏത് 2020 നിർത്തിയാലും LDF മറക്കാൻ എളുപ്പമാവില്ല. കാരണം ശബരിമല കത്തുന്ന ഒരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിൽ നിൽക്കുന്ന ഒരാൾക്ക്, ഒരു BJP അനുഭാവിക്ക് നേരെ പോയി LDF വോട്ട് ചെയ്യാൻ പറ്റില്ല ശബരിമലയാണ് കത്തുന്ന വിഷയമെങ്കിൽ. കാരണം അത് അപ്പോൾ വോട്ട് മറിക്കണമെങ്കിൽ എന്ത് വേണം? ശബരിമല താഴ്ത്തി കെട്ടണം. അതിനെ നേരിട്ടത് ഡീൽ എന്നുള്ള സംഗതി വെച്ചിട്ടാണ്. ഇപ്പൊ പാലക്കാട് സ്ഥാനാർത്ഥി പലതരത്തിൽ അത്തരത്തിലുള്ള ഡീലുകൾ തിരിച്ചാരോപിക്കുന്നുണ്ടെങ്കിൽ പോലും പഴയ കഥയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ രാഷ്ട്രീയം വേറെയാണ്. കാരണം കേരളത്തിൽ BJPക്ക് കോൺഗ്രസിനെയാണ് ഇല്ലാതാക്കേണ്ടത്, CPM അല്ല. CPM ഇല്ലാതാക്കാൻ അവർക്ക് കുറച്ച് സമയം മതി എന്നുള്ളത് ത്രിപുരയൊക്കെ കാണിച്ചത്. കാരണം ആരും ചോദിക്കാനുണ്ടാവില്ല. കോൺഗ്രസ് ആകുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അതിനെ കൗണ്ടർ ചെയ്തു. അപ്പൊ വീണ്ടും അജണ്ട രാഹുൽ ഗാന്ധി നിശ്ചയിച്ചു. പൊറ്റിയെ കയറ്റിയത് ആരപ്പ, സ്വർണം കെട്ടത് ആരപ്പ എന്ന തുണി. കാരണം CPM വളരെ ഡിഫെൻസീവിലാണ് ആ കാര്യത്തിൽ. ഒന്നും പറയാനില്ല. വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വാസവൻ മന്ത്രി പറയണ മാതിരി അയ്യപ്പ സംഗമം നടത്തിയോണ്ടാണ് കള്ളന്മാരെ കിട്ടിയെന്ന. എനിക്ക് ചിരിയല്ലാണ്ട് വേറെന്താ പറഞ്ഞ്? അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമല കൊള്ളക്കാരെ പിടിക്കാനാണ്? അല്ലല്ലോ, അതല്ലല്ലോ, അവർക്ക് വോട്ട് കിട്ടാനല്ലേ. അപ്പൊ ആ അർത്ഥത്തിൽ CPM BJP ഡീൽ പൊളിക്കാനുള്ള ഒന്നാമത്തെ മാർഗമായി ശബരിമല വീണ്ടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം കോൺഗ്രസിന്റെ മെയിൻ ക്യാമ്പയിൻ പോയിന്റായി. പിന്നെ മറ്റ് പ്രശ്നങ്ങൾ, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന പ്രചരണം വലിയ തോതിൽ കേരളത്തിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ UDF വെച്ച പോസിറ്റീവായ കാര്യങ്ങൾ അത് വന്നപ്പോൾ അജണ്ട അതിലേക്ക് മാറി. KSRTCയിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഇന്ദിരാ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ? ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റുമോ? 1000 രൂപ പെൺകുട്ടികൾ കൊടുക്കാൻ പറ്റും? ഈ ചർച്ചയിലേക്ക് LDF വരേണ്ടി വന്നു. അതാണ് പ്രശ്നം. അപ്പൊ LDF സംബന്ധിച്ചിടത്തോളം വികസനം എന്ന അജണ്ട, ഇപ്പൊ വികസനം എന്ന് പറഞ്ഞു വരുമ്പോൾ തുടങ്ങി വെച്ചാൽ ഈ പറഞ്ഞ മാതിരി വിഴിഞ്ഞമായാലും ദേശീയപാതയായാലും കൊച്ചി മെട്രോ ആയാലും അല്ലെങ്കിൽ ഏതായാലും തുടങ്ങി വെച്ചത് ഒക്കെ UDF ആണ്. ദേശീയപാത ഇപ്പോൾ വലിയ കാര്യമായിട്ട് മിണ്ടുന്നില്ല. കാരണം ദേശീയപാത അത് വലിയ വിവാദമായി. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോ വികസനം, ക്ഷേമം എന്നൊരൊറ്റ വാക്ക് വെച്ച് മുമ്പോട്ട് പോകാൻ കഴിയാതെ വരികയും ശബരിമല മുഖ്യ അജണ്ടയായി വരികയും ചെയ്തു. അപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് അക്കിടി മനസ്സിലായത്. പ്രധാനമന്ത്രി ഇവിടെ ഒന്ന് ശബരിമല പറഞ്ഞില്ല എന്ന് പറയുകയും
ഡീലിന്റെ നിരവധി കാര്യങ്ങൾ നിർമ്മല സീതാരാമനുമായിട്ടും നിതിൻ ഗഡ്കരിയായിട്ടും അല്ലെങ്കിൽ ഇപ്പം മുമ്പ് തന്നെ അജിത് കുമാർ ADGP അജിത് കുമാറിന്റെ RSS നേതാക്കളെ കാണുന്നത്, EP ജയരാജൻ ജാവ്ദേക്കറെ കണ്ടു എന്ന് പറയുന്നത്, അങ്ങനെ നിരവധി സാഹചര്യ തെളിവുകൾ LDFനെതിരായി വന്നു, BJPക്ക് എതിരായി വന്നു. BJP സ്ഥാനാർത്ഥി നിർണയത്തിൽ നടത്തിയ കള്ളക്കളികൾ ഒക്കെ നമ്മൾ കണ്ടു. ആ അർത്ഥത്തിൽ വന്നപ്പോൾ കഴിഞ്ഞ 4-ാം തീയതി വന്നപ്പോൾ പ്രധാനമന്ത്രിക്ക് ശബരിമല ഒഴിവാക്കാൻ പറ്റാതെ, പറയാതിരിക്കാൻ പറ്റില്ല. എന്താ കാര്യം? ശബരിമല പറഞ്ഞില്ലെങ്കിൽ ഡീല് വരും. അതും തെക്കൻ കേരളത്തിൽ ശബരിമല ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ പ്രചരണം. അദ്ദേഹത്തിന് അത് പറയേണ്ടി വന്നു. അത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കോൺഗ്രസിനെയും കൂടി ചേർത്തു. അതിലൊരു കാര്യമില്ല. കാരണം കേരളത്തിലെ ജനങ്ങളിൽ കോൺഗ്രസ് ആണ് ഈ ശബരിമലയിൽ സ്വർണം കട്ടത് എന്ന് പറയാനുള്ള ഒരു തെളിവും പിണറായി വിജയന്റെ പോലീസ്, അദ്ദേഹം പോലീസ് മന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ പോലീസ് അന്വേഷിച്ചത്, എത്രയൊക്കെ ശ്രമിച്ചിട്ടും ശബരിമലയിൽ ഒരു കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ജയിലിൽ കിടന്നത് മുഴുവൻ പാർട്ടിക്കാരാണ്, CPM-കാരാണ്. അവരിപ്പോഴും പാർട്ടിയിലുണ്ട്. പത്മകുമാർ ഇപ്പോഴും CPM മെമ്പറാണ്, വാസു മെമ്പറാണ്, ഇവരൊക്കെയാണ്. അല്ലെങ്കിൽ ഒരാൾ CPI-കാരനാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു സംശയവും വേണ്ട. ദേവസ്വം ബോർഡ് അവരുടെയായിരുന്നു, ദേവസ്വം മന്ത്രി അവരുടെയായിരുന്നു, വിജിലൻസ് അവരുടെയായിരുന്നു, പോലീസ് അവരുടെയായിരുന്നു. 2018 മുതൽ നടന്ന കൊള്ളകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ കൊള്ളകളിൽ ഏതെങ്കിലും UDF-കാരനെയോ കോൺഗ്രസ്സുകാരനെയോ പെടുത്താൻ ഇന്ന് യാതൊരു തെളിവുമില്ല. പിന്നെ ആകെ ഉള്ളത് സോണിയാഗാന്ധിയുടെ കൂടെയുള്ള പടാണ്. അതിന് ഞാൻ മറുപടി പറയേണ്ട, ഈ സാക്ഷാൽ MA ബേബി മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം MA ബേബിക്ക് നാളെ അവിടെ പോയാൽ സോണിയാഗാന്ധിയുടെ ഒപ്പം ഇരിക്കണം. MA ബേബിക്ക് സോണിയാഗാന്ധിയുടെ ഒപ്പം ഇരിക്കണമെങ്കിൽ ഇത് പറഞ്ഞിട്ട് സോണിയാഗാന്ധി സ്വർണം കിട്ടും എന്ന് പറയും. എങ്ങനെ അവിടെ എത്തി എന്നൊക്കെ അതൊക്കെ നമുക്ക് അന്വേഷിക്കാന്നേ. പോലീസ് ഇവിടെ ഇല്ലേ? ഹൈക്കോടതിയിലെ മേൽനോട്ടത്തിലെ അന്വേഷണം നടക്കണേ. അങ്ങനെയാണല്ലോ ഇവർ പറയണേ. എന്തുകൊണ്ട്? അപ്പൊ അതുകൊണ്ട് ഇതിൽ കുറ്റക്കാർ മുഴുവൻ CPM അല്ലെങ്കിൽ LDF അതിന് വേണ്ടപ്പെട്ട ആളുകളുമാണ് എന്ന് നിയമത്തിന്റെ മുമ്പിൽ വന്ന സാഹചര്യത്തിൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോ എന്നിട്ടും അദ്ദേഹം കോൺഗ്രസിനെയും കൂടി കൂട്ടി സ്വർണം കെട്ടത് കമ്മ്യൂണിസ്റ്റുകാരാണ്, LDF ആണ്, അവരുടെ കാലത്താണ് ഈ കൊള്ള നടന്നത്, അവരുടെ മന്ത്രിമാരാണ് അതിലുള്ളത് എന്ന് പൂർണ്ണമായി പറയാൻ ഇപ്പോഴും പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ വർത്തമാനത്തിന് വലിയ വിലയില്ല നമുക്കറിയാം. മുമ്പ് ഇവിടെ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ വന്ന് മുഖ്യമന്ത്രി കുടുംബം പ്രശ്നമെന്ന് പറഞ്ഞു. ഒരു നടപടിയും ഉണ്ടായില്ല. അദ്ദേഹം ഈ പറഞ്ഞതിൽ ഒരു കാര്യമില്ല. കോൺഗ്രസ്സുകാരുണ്ടെന്ന് പറയുന്നത് പണ്ട് പറഞ്ഞ പോലെയുള്ള ഒരു കാര്യമുള്ളൂ. അതുകൊണ്ട് ഇവിടെ കൃത്യമായി UDFന് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് ഡീലായാലും മറ്റേത് സാധനമായാലും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായും ഏറ്റവും കൃത്യമായും അതിൽ മറുപടി പറയേണ്ട സ്ഥിതിയിലേക്ക് LDF-കാർ വന്നിരിക്കുന്നു എന്നാണ്. LDF-ഉം BJP-യും വന്നിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് പോലും തൻ്റെ നിലപാടിൽ കൂടുതൽ ഷാർപ്പ്നെസ് വരുത്തേണ്ടി വന്നിരിക്കുന്നു. കേവലം മോഡി ആവേശം വിജയം എന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഡി പ്രഭാവത്തിനുള്ള അത്ര സാധ്യത പോലും ഇപ്പോൾ മോഡി പ്രഭാവത്തിനില്ല. കാരണം ഇവിടെ മോഡിയല്ല ഭരിക്കാൻ പോണേ. അപ്പൊ അതുകൊണ്ട് BJPക്ക് അതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്നറിയില്ല. പൊതുവെ ഒരു UDF അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തീർച്ചയായും പ്രധാനമന്ത്രിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇത് പറഞ്ഞതാണ്, ശബരിമല പറഞ്ഞതാണ്. ഇനി അതിൻ്റെ ഫലം എന്തുണ്ടാവും, ആളുകൾ എങ്ങനെ അതിനെ കാണും എന്നുള്ളത് നമുക്കറിയില്ല.